രഞ്ജിത്തിനെ പോലെ ഒരു സുഹൃത്തിനെ കുറിച്ചൊരു ഗോസിപ്പ് വരുന്നു. അപ്പൊ അതിനെ നേരിടാൻ ഈ ധൈര്യം ഉണ്ടാവൂ? പിന്നെ because I think Ranjit is a very good friend. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാനുണ്ടായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രഞ്ജിത്ത് അണ്ണനെ കുറിച്ചിട്ട് വീണ്ടും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അണ്ണൻ തേഞ്ഞ കേട്ടെ, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് തേഞ്ഞിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെണ്ണ് കേസിലാണ് തൂക്കിയത്. ഒരുപാട് പെണ്ണ് കേസുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിലൊക്കെ ഒരുപാട് കൺസെന്റോട് കൂടിയുള്ള പരിപാടികളൊക്കെ കാണും, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഇതിന്റെ കാര്യം മാത്രം നമുക്ക് അറിയത്തില്ല. ഇനി എനിക്കൊരു ഡൗട്ട്, ഇത്രയും നാളായി, ഇത്രയും മാസമായിട്ടും എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് വന്നില്ല, ഇപ്പം വന്നു, ഇപ്പൊ അങ്ങേരെ തൂക്കി എന്നൊക്കെയുള്ള ഒരു ചോദ്യം ബാക്കി വരാവുന്നു. അപ്പൊ പോലീസുകാർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷണത്തിലായിരുന്നു, നിരീക്ഷണത്തിലായിരുന്നു, ഫോളോപ്പിങ്ങിലായിരുന്നു, അതൊക്കെ കൊണ്ടാണ്. പിന്നെ ഇത്രയും പിടിപാടും പൊളിറ്റിക്കൽ പവറും മണി പവറും ഒക്കെ ഉള്ള ഒരു വ്യക്തി നമുക്ക് ഓടിച്ചാടി കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തക്കതായ തെളിവുകളും എല്ലാ സാഹചര്യവും ഒത്തുവന്നാൽ മാത്രമേ ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ എന്തോ ഒരു ചീഞ്ഞ നാറ്റം എനിക്ക് നല്ലോണം അടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇലക്ഷന്റെ സമയം ആയതുകൊണ്ട് തന്നെ രഞ്ജിത്ത് അണ്ണൻ ഒരുപാട് പൊളിറ്റിക്കൽ പവറുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു നോക്കി. ആരും ഫോൺ എടുത്ത് പറഞ്ഞു അണ്ണ നോക്കാന്ന് പറഞ്ഞതല്ലാണ്ട് ആരും അണ്ണന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പേര് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല, എല്ലാവരും വലിഞ്ഞിരിപ്പുണ്ട്. ഇനി ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ ഇറങ്ങും അണ്ണന് വേണ്ടിയിട്ട്, അല്ലാതെ അത്യാവശ്യം ആരും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലും കൂടി തേഞ്ഞൊട്ടിട്ടുണ്ടായിരുന്നു. പോലീസ് ഫുള്ള് പ്ലാൻ ചെയ്തിട്ടാണ് ലോക്ക് ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് പ്ലാൻ ചെയ്ത് ലോക്ക് ചെയ്യണമെങ്കിൽ ഇതൊരു സാധാരണ ആളുടെ പരാതി ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പൂട്ടണമെന്ന് അങ്ങനെ ചിന്തിച്ചിരുന്ന് പണി കൊടുത്തതാവണം. അങ്ങനെ എന്തൊക്കെയോ ഇതിന്റെ പിന്നിലുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കേസ്, ഏതോ ഒരു നടി രഞ്ജിത്ത് കാരവാനിൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാനായിട്ട് കയറിപ്പോയ സമയത്ത് ഏതോ ഒരു നടി പുറത്ത് കാവല് നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കേസും കൂടി വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയെ നമുക്ക് നോക്കാം. എന്തായാലും കാവല് നിന്നോ ഇല്ലേ, നിന്നതാര്, ഈ 3 ചോദ്യവും നമുക്ക് ബാക്കിയാകുന്നുണ്ട്. ആ സ്ഥിതിക്ക് അതിനെ പറ്റിയിട്ട് ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, നമുക്ക് സംസാരിക്കാനെ പറ്റിയിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ എറണാകുളം, അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിനെ പറ്റിയിട്ട് നോക്കാം. പിന്നെ രഞ്ജിത്ത് എന്ന് പറയുന്നവൻ അത്ര നല്ലവനൊന്നുമല്ല, അവൻ ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും വിടാത്തവനാണ്, അത് വേറൊരു സത്യം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൺസെന്റോട് കൂടിയാണെങ്കിൽ നമുക്കത് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ അവര് തമ്മിൽ ഇഷ്ടത്തുള്ള പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി വലിയ സീനൊക്കെ തരാം, വലിയ ഓഫറൊക്കെ തരാം, വലിയ വേഷങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറ്റിച്ചിട്ട് പരിപാടി കഴിഞ്ഞിട്ട് അവസാനം കൈമലത്തിയതാണോ, അങ്ങനെയാണോ, എന്താണെന്നൊന്നും ഒരു പിടിയില്ല. ഇനി അല്ലാണ്ട് ഇങ്ങനെ കയറി പിടിച്ചതാണോ, മൊത്തത്തിലൊരു ഡൗട്ടുണ്ട്. പിന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നമ്മുടെ പഴയ അനുഗ്രഹീത കലാകാരൻ, അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ ആറാം തമ്പുരാൻ സെറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഇവനെ പിടിച്ച് എനിക്ക് ചെവരി വരയ്ക്കാൻ തോന്നി. സത്യമുള്ള കാര്യം പറയാമല്ലോ, അമ്മാതിരി ഒരു ചെയ്ത്ത് വർത്താനം പരിപാടിയൊക്കെയാണ്. അതൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു കേസില് കാരവാനിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ട് ഇത്രയും കാലം അറസ്റ്റ് ചെയ്തില്ല, കേസെടുത്തില്ല? അപ്പോൾ ഇത്രയും കാലം തെളിവില്ലാത്തത് കൊണ്ടാണോ പോലീസുകാർ അറസ്റ്റ് ചെയ്യാത്തത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോലീസിന് എന്ത് തെളിവ് കിട്ടി? ഇങ്ങനെ ഒരു ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പോലീസുകാരെ സ്ഥിരം അടിക്കുന്ന ഡയലോഗ് അടിക്കുന്ന നമുക്ക് ഇപ്പൊ എല്ലാം പറയാൻ പറ്റത്തില്ല, പുറത്ത് പറയാൻ പറ്റത്തില്ല എന്ന്. ഇത്രയും കാലം അന്വേഷിച്ചിട്ട് കിട്ടാത്ത എന്ത് തെളിവാണ്? ഇത്രയും മാസം, ഐ തിങ്ക് ഏതാണ്ട് അറൗണ്ട് 1 വർഷം ആവാറായി. ആ സ്ഥിതിക്ക് ഇത്രയും കാലം അന്വേഷിച്ചിട്ട് കിട്ടാത്ത എന്ത് തെളിവാണ് ഈ പറയുന്ന രഞ്ജിത്തിനെതിരെ ഇപ്പൊ പോലീസുകാർക്ക് കിട്ടിയിട്ടുള്ളത്? ഏത്? എന്തായാലും കാരവാനിൽ ഒരു നടി ഡ്രസ്സ് മാറാൻ പോയപ്പോ പിന്നാലെ പോയിട്ട് അകത്ത് കയറിയിട്ട് ഡോർ ലോക്ക് ഇട്ട് അങ്ങേര് മോശമായിട്ട് പെരുമാറി, അത് അത് കാവല് പുറത്തൊരു നടി നിന്നു, ഇവള് ഇറങ്ങി ഓടി, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇത്രയും കാലം, ഇത്രയും മാസത്തിന്റെ അളവില് ഈ പറയുന്ന രഞ്ജിത്തിനെതിരെ ഒന്നും പോലീസുകാർക്ക് കിട്ടിയില്ല. പെട്ടെന്ന് എന്ത് കിട്ടി, എന്തിന്റെ രീതിയിലാണ് ഈ പോലീസുകാർ ലോക്ക് ചെയ്തത്? അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്, എന്തോ ഒരു അജണ്ട ഇതിന്റെ പിന്നിൽ മണക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഫോഴ്സ് ചെയ്തിട്ട് ഇപ്പൊ കൊണ്ട് പരാതി ഒന്ന് മുറിപ്പിച്ചതാവും. എന്തോ സംഭവം ഉണ്ട് ഇതിന്റെ പിന്നിൽ, എന്തോ ഒരു നാറിയ കളി എവിടെയോ മണക്കുന്നുണ്ട്. ഈ രഞ്ജിത്ത് നല്ലവനെന്നോ ഇവൻ ലോകം കണ്ട നന്മവരെന്നോ അല്ല പറയുന്നത്, ഇവൻ വെറും ചെറ്റയാണ്. അതവന്റെ പല ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നു. പല ഭാഗത്തുനിന്നും ഇവനെ കുറിച്ചിട്ട് മോശം ന്യൂസുകൾ വരുന്നുണ്ട്. ഒരു മാടമ്പി ടൈപ്പ് സെറ്റപ്പാണ്, ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ വലിയ കൊലയാണ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എന്നാണ് ഇങ്ങനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ വരുന്നത്, പലരും പറയുന്നത്. ആ സ്ഥിതിക്ക് ഇവൻ നല്ലവനെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഈ പെണ്ണ് കേസ് ഏത് ട്രാക്കിൽ വന്നെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അത് മാത്രം ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു കേസാണ്. എന്തായാലും കൊച്ചി പോലീസ് കമ്മീഷണർ പറയുന്നത് കേട്ട് നോക്കാം. സാറേ, ഈ പരാതി നമുക്കറിയാം, പറയാൻ കഴിയില്ല, എങ്കിലും എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്? എന്താണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പീഡനം, എന്താണ്? അല്ല, നിങ്ങൾ ചില കാര്യങ്ങൾ, ഒന്ന് ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പൊ തന്നെ വിക്ടിം
കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. ഇതിലെ ഒരു കാര്യം എന്താ നോക്കുമെങ്കിൽ ആ victim was highly traumatized. Okay, so it was a shock to the victim. So അവർക്ക് ഷോക്ക് ആയതുകൊണ്ട് പിന്നെ കൗൺസിലിങ്ങും സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റൊക്കെ പോയിട്ട് വളരെ ലേറ്റായിട്ട് ഒരു കോൺഫിഡൻഷ്യൽ വന്നപ്പോഴാണ് വന്നത്. നമുക്കിവിടെ വന്നപ്പോൾ തന്നെ വളരെ കരഞ്ഞുകൊണ്ടും അവർക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്തെങ്കിലും അവർ എഴുത്ത് നിൽക്കുന്നത് ഒരു വലിയ ആളാണെങ്கிறது കൊണ്ട് നേരത്തെ ഒരു അത്തനോട് പോയിട്ടില്ല എങ്കിൽ ഒരു ഇതുകൊണ്ട് പിന്നെ അവരുടെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അത് അവിടുത്തെ ആഭ്യന്തര സമിതികൾ ഉണ്ടാവുമല്ലോ വർക്കിംഗ് പ്ലേസിലെ ICCക്ക് പരാതി കൊടുത്തതായിട്ട് അറിവുണ്ടോ? അല്ല, അത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഞാൻ എപ്പൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടോ ഇത് ഈ സ്ഥലത്തിൽ നിൽക്കാൻ പോലുള്ള കേസല്ല. ഇത് ഞാൻ സിനിമകളിൽ മുതലേ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് എന്തെങ്കിലും ചോദ്യം മീഡിയക്കാർ പോലീസുകാർ ചോദിക്കുമ്പോൾ നമുക്കിത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ആ ഒരു സെറ്റപ്പ് സാധനം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അങ്ങനെ വല്ലതും പറയാനുണ്ടോന്ന്. പിന്നെ ആ പെൺകുട്ടിക്ക് ഒരുപാട് മാനസികമായിട്ട് തളർന്നു പോയി, കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു വർത്താനം പറയുന്നുണ്ട്. ഇത്രയും നാൾ എവിടെയായിരുന്നു, എന്തായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും നാൾ കേസ് ഫോളോ അപ്പ് ചെയ്യാതെ ഈ ഒരു ഇലക്ഷൻ ടൈമിൽ കൊണ്ടിട്ട് ഇങ്ങനെ മനഃപൂർവ്വം ലോക്കാക്കാൻ വേണ്ടിയിട്ട് എനിക്കെന്തോ അതിലൊക്കെ ഒരു ദുരൂഹത എനിക്ക് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഈ കേസ് അക്സെപ്റ്റ് ചെയ്തിട്ട് എടുത്ത് വിഴുങ്ങാൻ പറ്റുന്നില്ല. ഇവൻ നല്ലവനൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ ചെയ്യാത്തൊരു കുറ്റം അല്ലെങ്കിൽ കൺസെന്റോട് ചെയ്തിട്ട് പിന്നെ അതൊരു ക്രൈമായി മാറുന്നു അല്ലെങ്കിൽ ഒരു കേസായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് യോജിക്കാൻ പറ്റത്തില്ല. എനിക്ക് എവിടെയോ ഈ കേസിൽ ഒരു ചീഞ്ഞ നാറ്റമുണ്ട്. എന്ന് വെച്ചിട്ട് ഇവൻ നല്ലവനൊന്നുമില്ല. ആര്? രഞ്ജിത്ത്. അവൻ രേവതിയുമായിട്ടുള്ള ഒരു സംഭവമൊക്കെ ട്രാൻസ്ജെൻഡർ ഒക്കെ പറയുന്നുണ്ട്. രേവതിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ നടി രേവതിക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡറിന്റെ മറ്റേ ഫോട്ടോ എടുപ്പിച്ചെന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത്. ഞാൻ അതിലോട്ടൊന്ന് വരാം. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുക. അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വേറൊരു ചോദ്യം മാധ്യമങ്ങൾ ഈ പറയുന്ന നമ്മുടെ കമ്മീഷണർ സാറിന്റെ അടുത്ത് കേൾക്കുന്നുണ്ട്. അതായത് ചോദ്യം വേറൊന്നുമില്ല, സാറേ പുറത്തൊരു കാവൽ നിന്നെന്ന് പറഞ്ഞല്ലോ, അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? കേട്ടു നോക്കാം. ഈ പരാതിയിലെ മറ്റൊരു കാര്യം പറയുന്നത് ഇയാൾക്ക് കരവാനിലേക്ക് മറ്റാരും വരാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ പുറത്ത് കാവൽ നിന്നെന്ന് പറയുന്നത് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഞങ്ങൾ ഇപ്പൊ ഒന്നും പറയില്ല. ഞങ്ങൾ എന്താ പറഞ്ഞെങ്കിലും അത് ഈ അന്വേഷണത്തെ ബാധിക്കக்கூடிയതാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അന്വേഷണത്തിനെ ബാധിക്കുന്നു. അതായത് സംഭവം മാധ്യമക്കാരൻ ചോദിച്ചത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സാറേ പുറത്ത് ഒരുത്തി നിന്ന് കാവൽ നിന്നൊക്കെ പറയുന്നല്ലോ ഒരു നടി, അത് ഏത് നടിയാ, അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉള്ളതാണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം പറയുന്നത് ഇല്ല എന്ന് പറയുന്നില്ല. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഈ ഒരു സെറ്റപ്പ് സാധനമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നോ, അങ്ങനെ ഒരാൾ നിന്നിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വേറൊന്നുമില്ല, എൻ്റെ ഒരു സംശയമാണ്. ഈ പറയുന്ന പോലെ രഞ്ജിത്തിന് ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ തൊടാൻ വേണ്ടിയിട്ട്, ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വേറൊരു നടി പുറത്ത് കാവല് നിൽക്കുമോ? അത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല. എന്തോ എവിടെയോ ഒരു ചീഞ്ഞുനാറ്റ് അതിലും എനിക്ക് അടിച്ച് അങ്ങനെ ഒരു നടി കാവൽ നിൽക്കുമോ? കാരണം ഇത് നാളെ പിടിക്കപ്പെടുകയോ പ്രശ്നമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ നടി അടക്കം അത് ബാധിക്കും എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞാത്ത മാത്രം പൊട്ടയല്ല ആ നടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരായാലും അങ്ങനെ ആരെങ്കിലും ഒരാൾ പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങേർക്ക് പ്ലക്കാനും ഇങ്ങേർക്ക് പിടിക്കാനും ഇങ്ങേർക്ക് കൺസെന്റ് ഇല്ലാതെ കയറി വീഴ്പ്പിക്കാനും വേണ്ടിയിട്ട് ഒരാൾ പുറത്ത് കാവൽ നിൽക്കുമോ? അതും ഒരു നടി. എനിക്കറിയില്ല, അത് എന്തോ ഒരു വശപ്പശക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പൂർണ്ണമായിട്ട് പറയുന്നത്. ഈ കേസിൽ എനിക്ക് പൂർണ്ണമായിട്ട് ഒരാളുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നില്ല, പൂർണ്ണമായിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തൊക്കെയോ എവിടെ ചീഞ്ഞു നാറ്റുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറം എന്തോ കേസുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ഷൻ ടൈമിൽ കൊണ്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്നു, എന്തൊക്കെയോ വലുത് വേറെ വരാനിരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ പൊട്ടാനിരിക്കുന്നു, എന്തൊക്കെയോ ചീഞ്ഞ് നാറാനിരിക്കുന്നു, എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ താമസിയാതെ പുറത്ത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അറസ്റ്റ് ചെയ്ത സമയത്ത് മീഡിയക്കാർക്ക് ഒരു ബൈറ്റ് രഞ്ജിത്ത് കൊടുത്തിട്ടുള്ളതല്ലേ, നമുക്കൊന്ന് കണ്ടുനോക്കാം. കള്ളക്കേസാണോ സാറേ? എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? അതെ, മാസം കാണിച്ച് കയറി പോകുന്നുണ്ട് ജീപ്പിന്റെ. അത് അന്വേഷണത്തിൽ നമുക്ക് നോക്കാം. ഇത് സാറേ കള്ളക്കേസാണ്. അതെ, ഇത് കള്ളക്കേസാണ്. പിന്നെ തീർച്ചയായിട്ടും കള്ളക്കേസാണ്. അതിപ്പോ അങ്ങനെയല്ലേ പറയത്തുള്ളൂ, ഇനിയിപ്പം ചെയ്താലും ഇല്ലെങ്കിൽ. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡൗട്ട് എന്തോ മിസ്സിംഗ് ആയിട്ട് കിടങ്ങും. എനിക്ക് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു വിഷയം എനിക്ക് ഈ ഒരു കേസിലുണ്ട്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഇങ്ങനെ പറ്റിയിട്ട് ഒരു ട്രാൻസ്ജെൻഡർ പറയുന്നത് കേട്ടു നോക്കണം. എന്തൊക്കെ വന്നാലും സഹിക്കാം. കുണ്ടനടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കേസും കൂടി തലയിൽ വന്ന് വിഴുന്നു കഴിഞ്ഞാൽ നാറ്റപ്പേരാണ്. ഈ പെണ്ണ് കേസിനേക്കാളും നാറ്റ കേസാണ് അത്, ആണ് കേസ്. വല്ലാത്തൊരു അവസ്ഥ. ട്രാൻസ്ജെൻഡറിന്റെ അടുത്തൊക്കെ പോയെന്ന് പറഞ്ഞ് മറ്റൊരു രീതിയിലൊക്കെ തീർന്നില്ല, അതപ്പതിച്ചു പോയില്ലേ. ആണിനെയും പെണ്ണിനെയും ആണിനെയും ആണും പെണ്ണിനെയും ഒന്നിനെയും വെറുതെ വിടുന്നില്ല എന്നുള്ളൊരു പേരും കൂടിയാണ് രഞ്ജിത്തിന് അന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ട്രാൻസ്ജെൻഡർ അന്ന് പറഞ്ഞത് കേട്ടു നോക്കാം.
2012 ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock 10 o'clock ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് നേക്കഡ് ആയിട്ട് കാണണം നിൻ്റെ. അപ്പം ഞാൻ ഐ എം എ ബോയ്, ഓഫ് കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ സാർ. ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ് സാർ. പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് എന്ന് കാണണം, അതുപോലെ നിൻ്റെ ശരീരത്തിൽ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് പറഞ്ഞു ഐ വാണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ നടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നോട് പറഞ്ഞ് പിന്നെ താജിലുണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട്, കാരണം ഒരു തിരക്കഥാകൃത്തുകൂടെ ആണല്ലോ, അപ്പോൾ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിങ് ആയി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഥയ്ക്ക് വേണ്ടിയിട്ട് നീ തുറന്ന് കാണിക്കുമല്ലടാ ചെറുക്കി. അവൻ അങ്ങോട്ട് നന്മ ഇറക്കാൻ വന്നിരിക്കുന്നു. കഥയ്ക്ക് വേണ്ടിയിട്ട് നീ എല്ലാം അങ്ങ് തുറന്ന് കാണിക്കുമോ? ഒരാളുടെ ഇതിൽ പോയിട്ട് റൂമിൽ പോയിട്ട് നീ ആരിടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ചീഞ്ഞളിഞ്ഞ കേസുകളാണ്. പിന്നെ അങ്ങേർക്ക് ഇതിൽ പരം നാട്ടുപേര് വേറെ വരാനില്ല. ട്രാൻസ്ജെൻഡറിനെയും കൂടി പ്ലക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേരും കൂടി കിട്ടി. വേറെ എന്തൊക്കെയോ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? നേരെ പ്ലക്കിലോട്ട് പോകും ചിന്ത. അതുപോലെ ഇവൻ പറയുന്ന വേറൊരു കേസാണ്, ഒരു നടിക്ക് വേണ്ടിയിട്ട് തന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്നുള്ള ഒരു ആരോപണം കൂടി എൻ്റെ അടുത്ത് വെച്ചു കൊടുക്കുന്നത്. അതും കൂടി കേട്ടപ്പോൾ എനിക്ക് തികഞ്ഞു. ഇതിനേക്കാളും നല്ലത് അങ്ങേര് വല്ലടത്ത് ചാടിത്തീരുന്നതാണ് നല്ലത്. എന്ത് സഹിക്കാടെ പെണ്ണ് കേസും വീണ്ടും പെണ്ണ് കേസ്. ഇത് ഇങ്ങനത്തെ ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാണിന്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സത്യമുള്ള കാര്യം പറയാം. ഇമാതിരി കേസൊക്കെ അത് ഇവൻ നേക്കട്ടായിട്ട് നിന്നു കൊടുത്തുന്നു. ഇവൻ ആരടാ ഇവൻ ആര്? ഇവൻ മറ്റോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിന്നു കൊടുത്തുന്നു. അപ്പൊ നീ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിന്നു കൊടുക്കും അല്ലേ? എന്നിട്ട് പിന്നെ നിനക്ക് കുഴപ്പമില്ലേ? ഇതാണ് പറഞ്ഞത്. ഈ ഒരു സംഭവമാണ് കൺസെന്റോടെ ഒരു സമയത്ത് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഒരു ആരോപണമായിട്ട് ഇവനെ പോലെ ഉള്ളവന്മാരെ ഇളവാരെ പോലെ ഉള്ളവരെയൊക്കെ വന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ യോജിപ്പില്ല. ചാൻസ് കൊടുക്കാന്ന് പറയുമ്പോൾ കൂടെ പോയി കിടക്കും ദൈവനൊക്കെ തന്നെ കിടന്നിട്ട് പിന്നെ വന്നിട്ട് പറയും അന്ന് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്താണ്ട് ഗേൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആണ് ഫോട്ടോ എടുപ്പിച്ചത്. എന്തോന്ന് തേങ്ങിച്ച് തള്ളി മറിക്കുന്നതിരുന്ന് നാണമില്ലടാ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തത്. ഇങ്ങനത്തെ കുറെ വള്ളി കേസുകളുണ്ട്. പരിപാടികളൊക്കെ അങ്ങ് ഒത്താശയോടെ എല്ലാം സുഖമായിട്ട് അങ്ങ് ചെയ്ത് നിവർന്ന് കിടക്കും. കുറെ ദിവസം കഴിയുമ്പോൾ ആരോപണമായിട്ട് വരും. എന്നെ വിവാഹ വാഗ്ദാനം നൽകി മുഞ്ചിച്ച്, എന്നെ മറ്റേ എടുത്ത് മലത്തി കടത്തി മുഞ്ചിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം നമുക്ക് യോജിപ്പില്ല. ഇനി ഇതിനുശേഷം കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ട് വേറൊരു ഇന്റർവ്യൂവില് ഈ മീഡിയക്കാരുടെ മുന്നേ തന്നെ ആ നടിയുടെ പേര് പറയുന്നുണ്ട്. കേട്ടു നോക്കാം. രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവരെന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട്. രേവതി ഇഷ്ടമായി, നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി. എനിക്കിതൊന്നും എടുത്ത് അതുപോലെ ഒഴുങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് പറയാൻ പറ്റത്തില്ലടേ. നമുക്ക് ഇതിൽ സത്യം പറഞ്ഞാൽ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇവ ഇത്രയും കാലം എവിടെയായിരുന്നു പ്രതികരിക്കാതെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കൂട്ടത്തിൽ കയറി അടിക്കാനും മുഞ്ചിക്കാനും ഇറങ്ങിയിരിക്കണം. ഇതൊക്കെ പൈസയ്ക്ക് വേറെ ആൾക്കാർ പറഞ്ഞു വിട്ട് വന്നതാണോ എന്താണെന്നൊന്നും പിടിയില്ല. നമുക്ക് ആരോപണങ്ങൾ വയ്ക്കുന്നുണ്ട്, ഇത് തെളിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കാരമല്ല കേസ്, ഇത് എങ്ങനെ തെളിയിക്കുമെന്ന് പോലീസുകാർ എങ്ങനെയാണ് തെളിയിക്കുന്നതെന്നും കൂടി നമുക്കൊന്ന് അറിയിച്ചു തന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി ഇവൻ രേവതിയുടെ പേരാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. രേവതി മനസ്സിലല്ലോ, ദേവാസുരത്തിലെ രേവതി, മറ്റേ കിലുക്കത്തിലെ രേവതി, ഇതൊക്കെ തന്നെയാണ് രേവതി. ഇനി നമ്മുടെ ക്രൈം എന്ന് പറയുന്ന ഒരു ചാനലിൽ ആ സമയത്ത് ഇങ്ങനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കേട്ടോ ആരെ കുറിച്ചിട്ട്? രഞ്ജിത്തിനെ കുറിച്ചിട്ട്. രഞ്ജിത്തിന് രേവതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ഫോണിലൂടെയാണെങ്കിൽ നേരിട്ടും രഞ്ജിത്ത് രേവതിയോട് ഇഴുകിച്ചേർന്നുകൊണ്ട് മനസ്സും തമ്മിൽ ഒന്നിച്ച് അവർ ശരീരവും മനസ്സും ഒന്നിച്ച് അങ്ങനെ യാത്ര ചെയ്തു. അതിലൊരു കുട്ടി ജനിച്ചു. ഈ സമയത്താണ് ഭാര്യ അറിയുന്നത്. ഭാര്യ ആകെ പ്രശ്നമായി. പിന്നീട് അവർക്ക് മാനസിക നില തെറ്റി. കാരണം അത്രയും അവർ രഞ്ജിത്തിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. മാനസിക നില തെറ്റി അവർ ഭ്രാന്തിയായി എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ ഈ രേവതി പ്രശ്നം വാർത്തകളായി. രേവതി ഗർഭിണിയാണെന്നുള്ള വിവരം പുറത്തു വന്നു. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അങ്ങനെ അവസാനം എന്തായി?
രേവതി ഇപ്പോൾ അവസാനം പറഞ്ഞ മറ്റൊരു ഡോണറുടെ ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. രേവതി നേരത്തെ ഒരു ഇതൊക്കെ രേവതി അറിഞ്ഞാടേ, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഒരുപാട് ഗോസിപ്പുകൾ അടിച്ചിറക്കുന്നുണ്ട്. ഇങ്ങേരും കുറച്ചൊക്കെ പൊടിക്കുമ്പോൾ തുമ്മലും ഒക്കെ ഇട്ട് അടിച്ച് കയറ്റി വിടുന്നുണ്ട്. രേവതി ആകുമ്പോൾ കേസ് കൊടുക്കൂലെന്നായിരിക്കും. എന്തായാലും കൊള്ളാം, ഇവന്മാരൊക്കെ ചുമ്മാ അങ്ങോട്ട് അടിച്ച് വിടുകയാണ്. അതുപോലെ കുറെ ഗോസിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് കുറെ. ഇതിനൊക്കെ ഇവന്മാർക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ ഇവന്മാർക്ക് അറിയാവോ? ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എനിക്കൊരു പിടിയുമില്ല. ഇങ്ങനെ കുറെ ഗോസിപ്പുകളും കുറെ കാര്യങ്ങളൊക്കെ ഇറങ്ങും, കുറെ അങ്ങോട്ട് അടിച്ചിറക്കും. അത് വേറൊരു സത്യമാണ് കേട്ടോ, സീരിയസ്ലി. അങ്ങനെ രേവതിയുമായിട്ട് ഈ പറയുന്ന രഞ്ജിത്തിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധം ഒരു പക്ഷേ കാണാം. അത് ഏത് ബന്ധമാണെന്നൊന്നും അറിയത്തില്ല. കാരണം രേവതി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് വയ്ക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ പോലെ ഗർഭിണിയായ അത് ഇത് വീട്ടിൽ ഭാര്യ അടിച്ചു പണങ്ങി ഇതൊക്കെ ഉള്ളത് ഇന്നെന്ന് ദൈവത്തിന് അറിയും. ചുമ്മാ കുറെ തള്ളുന്നതാണോ, ഇനി ഇങ്ങനെ വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് ഭാര്യ എടുത്ത് ചോദിച്ചിട്ട് വന്നതാണോ, ഒരു പിടിയുമില്ല. എന്തായാലും രേവതി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് നോക്കാം. രഞ്ജിത്തിനെ പോലെ ഒരു സുഹൃത്തിനെ കുറിച്ചൊരു ഗോസിപ്പ് വരുന്നു. അപ്പൊ അതിനെ നേരിടാൻ ഈ ധൈര്യം ഉണ്ടാവൂ? പിന്നെ ബിക്കോസ് ഐ തിങ്ക് രഞ്ജിത്ത് ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹി ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അത് തീർച്ചയാണ്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. സൊസൈറ്റിന് വേണ്ടി എപ്പോഴും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പറ്റില്ല. ഏനോ എനിക്കറിയാം ഞങ്ങള് ആരാണ്, എന്റെ കുടുംബത്തിനറിയാം. എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനുള്ള എനിക്ക് ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. ഓക്കെ, രേവതി ഇത് നൈസായിട്ട് ഇങ്ങനെ പറയുകയാണ്. രേവതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് എ ഗുഡ് ഫ്രണ്ട്, ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. അതൊരു പോയിന്റാണ്. ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്, ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. നമുക്കിതിന്റെ സത്യാവസ്ഥ അറിയത്തില്ലടേ. ഇതെല്ലാം ഈ സിനിമ ഫീൽഡുകളിൽ സത്യം പറഞ്ഞാൽ കുറെ അപരാധങ്ങൾ നടക്കും. അത് ഉള്ള കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ പരസ്പര ഇഷ്ടത്തോടെ ചെയ്ത പരിപാടികളെല്ലാം പിന്നെ ആണിന്റെ നെഞ്ചത്ത് മാത്രം കുറ്റമായിട്ട് അടിച്ച ഒരു പരിപാടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി. കാരണം അവളുമാർക്കെല്ലാം അന്ന് അണ്ണാക്കി പിരിവെട്ടിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ റംബ ഹൊയ്കളെല്ലാം വന്ന് മുനീറക്കയോ എല്ലാവരും അങ്ങോട്ട് നിരത്തി വന്നു. ബാലേന്ദ്ര മേനോനൊക്കെ അടിച്ച് തെറിപ്പിച്ചെന്നൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു. ഇങ്ങനെ ആരുടെ കുതിര ശക്തിയാന്ന് ഞാൻ അന്നിരുന്ന് ആലോചിച്ചു. അത്രയും വിഷയമായിരുന്നു ഈ കേസുകൾ വന്നപ്പോൾ. എന്നിട്ട് അവസാനം കുറ്റം ഒരാളുടെ നെഞ്ചത്ത് മാത്രം കൊണ്ടിടും. അങ്ങനത്തെ ഒരു പ്രവൃത്തി അത് എനിക്കും ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. അത് വിട്. ഇനി അടുത്ത ടോപ്പിക്കിലോട്ടോ. അതായത് നമ്മുടെ 6-ാം തമ്പുരാനല്ല, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ ഈ പറയുന്ന രഞ്ജിത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ആ ഒരു സംഭവം മറ്റേ അങ്ങേര് പറയുന്നുണ്ട്, അഷറഫ അങ്ങനെ എന്തോ ആണ് അങ്ങേര് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ചവരി പിടിച്ച് ഉഴയ്ക്കാനാണ് തോന്നിയത്. ഇത്രയും ചെറ്റത്തനൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. മാടമ്പിത്തം അങ്ങ് വീട്ടിന്റെ അകത്തും കക്കൂസിന്റെ അകത്തും കാണിച്ചുകൊണ്ടിരുന്നാൽ മതി. ബാക്കിയുള്ള ഭാഗങ്ങളുടെ നെഞ്ചത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. എന്തായാലും അത് കണ്ടുനോക്കാം. 6-ാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നമ്മുടെ യശശരീരനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു. മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീഴുകയാണ്. നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കാണാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം നിറകണ്ണുകളോടെ നിൽക്കുന്നു. അത് എല്ലാവർക്കും വലിയ ഷോക്കായി പോയി. രഞ്ജിത്തിന്റെ ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി. അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു. ആകെ ഒരു മ്ലാനതയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ അടിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഹൃദയവും തകർന്നുപോയി. ഒടുവിലാന്റെ കളിയും ചിരികളും എല്ലാം മാഞ്ഞു. അദ്ദേഹം സെറ്റിൽ വന്നാൽ വളരെയധികം തമാശ പറയുന്ന ഒരാളായിരുന്നു, ചിരിക്കുന്ന ആളായിരുന്നു, എല്ലാവരെയും രസിപ്പിക്കുന്ന ആളായിരുന്നു. അതൊന്നും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. അതിൽ നിന്നും മോചിതനാകാൻ ഏറെ നാൾ എടുത്തു എന്നുള്ളതായിരുന്നു സത്യം. ഞാനിവിടെ ഇത് തുറന്നു പറയാൻ കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന വയോവൃദ്ധന്റെ ആ സംഭവം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്ക് വിജയവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുമ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. നമുക്ക് പണവും കാര്യങ്ങളും പദവിയും കൊണ്ടെന്ന് വെച്ച് മറ്റുള്ള പാവങ്ങളുടെ നെഞ്ചത്തല്ല അധികാരം തീർക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ പണത്തിന്റെ കുന്തളിപ്പ് തീർക്കേണ്ടത്. ഇമാതിരി ഒരു ചെറ്റത്തനം ഈ ഊള ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനെയൊക്കെ അടിച്ചപ്പം തന്നെ പരുവക്കേടാക്കേണ്ടതാണ്. ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് അടിക്കാൻ ഓരോ അടിയെങ്കിലും അടിക്കാൻ ആങ്കൊണ്ടെങ്കിൽ തിരിച്ചടിച്ചിരിക്കും. അല്ലാതെ മാനസികമായിട്ട് തളർന്ന അയ്യോ എന്ന് പറഞ്ഞും കൊണ്ട് ഞാൻ ഇരിക്കത്തൊന്നുമില്ല. എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. ദേഹത്ത് തൊടുന്നത് വരെ ഞാൻ ഉണ്ടാതായിരിക്കും. ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ എന്റെ പുന്നാരവനെ ഏത് കൊമ്പനായാലും മുന്നിൽ നിൽക്കുന്നത് സ്വന്തം അപ്പനും അമ്മയും സഹോദരനായാലും ഞാൻ ഇടിക്കും. സ്വന്തം അപ്പനും അമ്മയും പോയിട്ട് വേറെ ഏത് പുന്നാര മക്കളെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാലും ഞാൻ ഇടിക്കും. മനസ്സിലായോ? അതിപ്പോ ഏത് കൊമ്പനായാലും എന്നെക്കാളും വലിയ മറ്റേ ഡിനോസർ കണക്കിരിക്കുന്നവനായാലും ഒരടി ഒരടി എന്റെ മനസ്സമാധാനത്തിന് ഞാൻ കൊടുക്കും. അതത്രേ ഉള്ളൂ. അതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇരുന്നതുപോലെ മാനസികമായിട്ട് തളർന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മാടമ്പിത്വമാണ്, നാറിയാണ്.
ഇതിന്റെ കേസിൽ ഇടയിൽ പെണ്ണ് കേസ്, ആണ് കേസ്, കുണ്ടൻ കേസ്, എല്ലാ കേസും ഉണ്ട്. ഒന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തന്മാര് ഇവനെയൊക്കെ മടൽ വെട്ടി അടിക്കേണ്ട നേരം കഴിഞ്ഞു. പിന്നെ കൺസെന്റോടെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറ്റം പറയാനില്ല. അല്ലാണ്ട് വേറെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെയൊക്കെ പിടിച്ച് വരയ്ക്കാൻ തന്നെ ചെയ്യണം. വെറുതെ വിടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.